നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതുപോലെ എയറിലാകാൻ ജോൺ ബ്രിട്ടാസിന് മാത്രമേ കഴിയൂ. ബ്രിട്ടുവിനെ ജനം എയറിലിട്ട് പൊരിക്കുകയാണ്. ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് എന്ന് പറയുന്ന ഒരു സിനിമ ഡയലോഗ് സമാനമാണ് ബ്രിട്ടാസിൻ്റെ കളികൾ. പാറ്റകളുടെ സമരത്തിലേക്ക് മുണ്ടും മാടിക്കുത്തി അവിടേക്ക് ഇരച്ചു ചെന്ന ബ്രിട്ടാസ് എട്ടുകാലി ബമ്മൂഞ്ഞെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അമ്മാതിരി പ്രകടനമായിരുന്നു അവിടെ ലുട്ടുവും ബ്രിട്ടുവും കാഴ്ചവെച്ചത്. പിന്നെ ജോൺ ബ്രിട്ടാസ് കളമങ്ങ് കയ്യിലെടുത്തു. ഇടയ്ക്ക് ഡൽഹിയിലെ AKG സെൻറ്ററിലേക്ക് ഡൽഹി പോലീസ് വന്നപ്പോൾ ബ്രിട്ടാസിൻ്റെ ഒരു നിർത്തിപ്പൊരിച്ചിൽ. ഇതോടെ വലിയ പരിവേഷമായി CPM പ്രവർത്തകർക്കിടയിൽ ബ്രിട്ടാസിന്. ഒടുവിൽ ബ്രിട്ടാസിൻ്റെ ഒരു ഒടുക്കത്തെ തള്ള്. RSSൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ താൻ മൂന്നാമതാണ്. അതുമല്ല, ചായപ്പീടികയിൽ പറ്റുബുക്കായിരിക്കുമെന്ന് യുവരാജ് ഗോകുലിനെ പോലെയുള്ളവർ പരിഹസിച്ചു. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ബ്രിട്ടാസ് നെഞ്ചു വിരിച്ചു നിന്ന് പിന്നെയും പറയുന്നു, RSS തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ തൻ്റെ സ്ഥാനം മൂന്നാമതാണ്. ഇമ്മാതിരി ഊളകളെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തുന്ന ജോലിയൊന്നും തങ്ങൾക്കില്ല എന്നാണ് RSS നേതാക്കളുടെ പ്രതികരണം. രാജ്യാന്തര ഭീകരർക്കെതിരെയാണ് സാധാരണ ഹിറ്റ് ലിസ്റ്റുകൾ പുറപ്പെടുവിക്കാറുള്ളത്. ഹീറോ ആകാൻ നോക്കി ഒടുവിൽ സീറോ ആയിപ്പോയ അവസ്ഥയാണ് ബ്രിട്ടാസിന്. ബ്രിട്ടാസിൻ്റെ തന്നെ പാർട്ടി അനുഭാവിയായ വിനായകൻ ഇക്കഴിഞ്ഞ ദിവസം ബ്രിട്ടാസിനെ പൊരിച്ചലക്കി. CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ബ്രിട്ടാസ് തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹൈജാക്ക് ചെയ്തുവെന്ന് പച്ചയ്ക്ക് വിനായകൻ അങ്ങ് പറഞ്ഞു. യുവാക്കളുടെ സമരം ഹൈജാക്ക് ചെയ്യാതെ വല്ല പണിയുമെടുത്ത് കുടുംബം പോറ്റട എന്നാണ് ജോൺ ബ്രിട്ടാസിനോട് വിനായകൻ പറഞ്ഞത്. ഇടതുപക്ഷ അനുഭാവികളിൽ നിന്നും ഇപ്പോൾ കടുത്ത വിമർശനമാണ് ബ്രിട്ടാസിന് കിട്ടുന്നത്. ജന്തർ മന്ദിറിൽ നടന്ന കനത്ത പ്രതിഷേധത്തിൽ ബ്രിട്ടാസ് അടക്കമുള്ള ഇടത് MP മാർ പിന്തുണയുമായി എത്തിയിരുന്നു. എന്നാൽ CJPക്കാർ മൈൻഡ് ചെയ്തതേയില്ല. പരിക്കേറ്റ വിദ്യാർത്ഥികളെ പോലീസ് വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകുമ്പോൾ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ തടഞ്ഞ് ഇറക്കിക്കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെ ചാനലുകൾ ആദ്യമൊന്ന് അവതരിപ്പിച്ചു. എന്നാൽ അവരുടെ സഹായമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടായിരുന്നു CJPക്ക്. CJP സമരം കഴിഞ്ഞയുടൻ തന്നെ സാക്ഷാൽ ലുട്ടുവിൻ്റെയും ബ്രിട്ടുവിൻ്റെയും പടങ്ങൾ വെച്ച് സോഷ്യൽ മീഡിയ അവരെ പൊരിച്ചടുക്കി. എന്തിനാണ് CJP സമരത്തിലേക്ക് ഊഴ്ന്നിറങ്ങി എട്ടുകാലി മമ്മൂഞ്ഞാകാൻ നോക്കുന്നത് എന്നതായിരുന്നു മുഖ്യ പരിഹാസം. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെ ജോൺ ബ്രിട്ടാസ് വിറപ്പിക്കുന്നു എന്ന തലത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന വലിയ വാർത്ത. വലിയ PR ക്യാമ്പയിനിലൂടെയാണ് ഈ വാർത്ത വൈറലായത്. ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ പോലീസ് എത്തിയതറിഞ്ഞ് പാർലമെൻറ്റിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് എത്തുന്നു. യൂണിഫോമോ നെയിം പ്ലേറ്റോ ഇല്ലാതെ സ്വകാര്യ വാഹനത്തിൽ അറസ്റ്റ് ചെയ്യാൻ വന്നത് ചോദ്യം ചെയ്ത ബ്രിട്ടാസ് പോലീസുകാരെ തിരിച്ചയച്ചു. യൂണിഫോമിലുള്ള 2 പോലീസുകാരും ഒരു സാധാരണ വസ്ത്രം ധരിച്ച വനിതയുമാണ് ഐഷിയെ അറസ്റ്റ് ചെയ്യാനെത്തിയത്. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് വന്നത്? ഞാൻ പാർലമെൻറ്റിൽ നിന്ന് നേരിട്ട് വരികയാണ്. ഡൽഹി പോലീസ് ഒരിക്കലും ഇങ്ങനെ പെരുമാറാൻ പാടില്ല എന്നൊക്കെ ബ്രിട്ടാസ് തട്ടിവിട്ടു. തുടർന്നാണ് ബ്രിട്ടാസ് ഐഷിക്കെതിരെയുള്ള കേസ് വിശദീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടത്. പോലീസ് കേസിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കേസിനെക്കുറിച്ച് തനിക്കറിയാമെന്നും വർഷങ്ങളായി നടക്കുന്ന ഒരു കേസാണിതെന്നും ബ്രിട്ടാസ് പോലീസുകാരോട് പറയുന്നു. നിങ്ങൾ ഡൽഹി പോലീസിന്റെ ഭാഗമാണോ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയണം. നിങ്ങളുടെ ബാഡ്ജ് എവിടെ? നിങ്ങളുടെ യൂണിഫോം എവിടെ? നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ കഴിയുമോ? ഞാനൊരു പാർലമെൻറ്റ് അംഗമാണ്, എന്നോട് മറുപടി പറയണം എന്നൊക്കെ ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ യൂണിഫോം ധരിക്കാതെ അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒരു മനംമാറ്റം. അവരൊന്നും മടങ്ങിപ്പോയി. ഇതോടെയാണ് ജോൺ ബ്രിട്ടാസ് ഹീറോ ആയത്. ഹൈക്കോടതിയിൽ നിന്നാണ് താൻ വരുന്നത്. പെരുമഴയായതുകൊണ്ടാണ് യൂണിഫോം ധരിക്കാതിരുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥ വിശദീകരിച്ചു. പോലീസ് നടപടിക്കായി എത്തിയതാണെങ്കിൽ നിങ്ങൾ യൂണിഫോം ധരിച്ചിരിക്കണം. തിരിച്ചുപോയി യൂണിഫോം ധരിച്ച് ബാഡ്ജുമായി വരണമെന്നാണ് ജോൺ ബ്രിട്ടാസ് അവരോട് പറഞ്ഞത്. ഈ വാർത്ത വൈറലായപ്പോൾ ജോൺ ബ്രിട്ടാസിന് ഒരു കാര്യം മനസ്സിലായി. ഹീറോ ആകാൻ പറ്റിയ അവസരമാണ്. അതിനു പിന്നാലെയാണ് അടുത്ത തള്ള്. RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. CPM നേതാവും MP യുമായ താനാണ് ഹിറ്റ് ലിസ്റ്റിൽ മൂന്നാമത്. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭത്തിൽ പങ്കാളികളായ കുഴപ്പക്കാർ, അപകടകാരികൾ എന്ന് കരുതുന്നവരുടെ പട്ടിക എന്ന രീതിയിലാണ് RSS ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 3ാം സ്ഥാനത്താണ് തൻ്റെ പേരെന്ന് ബ്രിട്ടാസ് പറഞ്ഞപ്പോൾ RSS നേതാക്കൾ പോലും തലയിൽ കൈവച്ചു. സോഷ്യൽ മീഡിയ ചിരിയോട് ചിരി. ഇതിനെ ഒരു അംഗീകാരമായി, ബഹുമതിയായി തന്നെയാണ് താൻ കാണുന്നത് എന്ന് ബ്രിട്ടാസ് ഫേസ്ബുക്കിലും കുറിച്ചിട്ടു. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അവഹേളിക്കാനും ദേശവിരുദ്ധമായി ചിത്രീകരിക്കാനും RSSഉം RSS അനുകൂല ഗോദി മീഡിയയും കിണഞ്ഞ് ശ്രമിച്ചിരുന്നു. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ ഹിറ്റ് ലിസ്റ്റ്. വളരെ നൈസർഗികമായി ആരംഭിച്ച വിദ്യാർത്ഥി സമരത്തെ ചൈനയുമായി കൂട്ടിക്കെട്ടാൻ വരെ RSS മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു.
കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ രോഷമാണ് അവിടെ പ്രകടമായത്. അതൊരു തീയായി പുറത്തു വന്നു. അത് മനസ്സിലാക്കിയതിൻ്റെ ഉദ്ദേശശുദ്ധിയെ അംഗീകരിക്കുകയാണ് സർക്കാരും RSSും ചെയ്യേണ്ടത് എന്നൊക്കെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു വെച്ചു. ഞങ്ങളെപ്പോലെയുള്ളവരെ നിങ്ങൾ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് ഞങ്ങൾ ഈ സമരരംഗത്ത് നിന്ന് പിന്മാറും എന്ന് വ്യാമോഹിക്കേണ്ട. നിങ്ങൾ തയ്യാറാക്കുന്ന ഇത്തരം ഭീഷണികളും ഹിറ്റ് ലിസ്റ്റുകളുമൊക്കെ അംഗീകാരത്തിൻ്റെ ബാഡ്ജായി മാത്രമാണ് കാണുന്നത് എന്നും ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ജോൺ ബ്രിട്ടാസിൻ്റെ ഹിറ്റ് ലിസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തി. RSSന് പറ്റിയ എതിരാളി ഈ പൊട്ടാസ് ആണല്ലോ എന്നൊക്കെയാണ് പലർക്കും ചിരി. സത്യം പറഞ്ഞാൽ CPM ഒരു കോമഡി പീസായി മാറിയിരിക്കുന്നു എന്ന് മറ്റു ചിലർ കുറിച്ചു. ബ്രിട്ടാസ് വെറുമൊരു പൊട്ടാസായി പോയല്ലോ. CPMകാർക്ക് ഇങ്ങനേതോ വലിയ നേതാവായിരിക്കാം, എന്നാൽ ജനങ്ങൾക്ക് എങ്ങനെയാണെന്ന് കണ്ടറിയണം. എന്നാലും ഭയങ്കര ബുദ്ധി തന്നെ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്ന് മറ്റു ചില പരിഹാസങ്ങൾ. ഒടുവിലിതാ സോഷ്യൽ മീഡിയയും ബ്രിട്ടാസിനെ ഉപദേശിക്കുന്നു, വല്ല പണിയുമെടുത്ത് ജീവിക്കടോ. ബ്രിട്ടാസെ, നിങ്ങളുടെ പേര് കേട്ടാൽ BJP കിടുകിട വിറയ്ക്കുമെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. RSSന്റെ ഹിറ്റ് ലിസ്റ്റിലാണ് ഇപ്പോൾ പേര് കിട്ടിയിരിക്കുന്നത്. ഇനി ട്രംപിൻ്റെ ഹിറ്റ് ലിസ്റ്റിലെങ്ങാനും ജോൺ ബ്രിട്ടാസിൻ്റെ പേരുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് മറ്റു ചിലർ. ഇതിനിടയിൽ യുവരാജ് ഗോകുൽ ഫേസ്ബുക്കിൽ എഴുതി, ശ്രീ ജോൺ ബ്രിട്ടാസ് അറിയാൻ 2006 ജൂൺ മാസം 1 നാഗ്പൂരിലെ RSS ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ലഷ്കർ-ഇ-തോയ്ബ ചാവേറാക്രമണം നടത്തിയത്. 3 ഭീകരവാദികളാണെന്ന് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. അതിനു മുൻപും ശേഷവും നിരവധി തവണ ISIയും ISISും ലഷ്കറുമൊക്കെ സംഘത്തിന് നേരെ വന്നിട്ടുണ്ട്. പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ കൊടിസുനി, കിർമാണി മനോജ് ഇമാതിരി ടീമുകളുടെയും ഒക്കെ നിർത്തി മൂന്നാംകിട തെരുവുകൊണ്ട രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഹിറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭീഷണിയായി മാറിയിട്ടുള്ള തീവ്രവാദ ശക്തികളോടുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ അങ്ങയുടെ പേര് 3ാമത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വല്ല പലചരക്ക് കടയുടെയും പറ്റുപോക്ക് കണ്ട് തെറ്റിദ്ധരിച്ചതാകാനേ വഴിയുള്ളൂ. ഒരു വശത്ത് വിദ്യാർത്ഥി സമരത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ച ജോൺ ബ്രിട്ടാസിന് കിട്ടിയ പരിഹാസം, അതിനു പിന്നാലെ RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ താൻ 3ാമത് നിൽക്കുന്നു എന്ന തള്ളൽ, എല്ലാം കൂടി ജോൺ ബ്രിട്ടാസിന് ജഗപുകയാണ് സോഷ്യൽ മീഡിയയിൽ. പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് PSCയിൽ നടന്നത് സമാനതകളില്ലാത്ത തിരിമറിയും അട്ടിമറിയുമെന്ന് വ്യക്തമാക്കുന്ന നിരവധി തെളിവുകളാണ് ഓരോ ദിവസവും കേരളത്തിൽ പുറത്തിറങ്ങുന്നത്. പാർട്ടി അനുഭാവികൾക്ക് 1ാം റാങ്ക് ഉറപ്പിക്കാൻ ചോദ്യങ്ങൾ വരെ വെട്ടിമാറ്റി മൂല്യനിർണ്ണയം നടത്തി എന്ന വിവരം ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടക്കുന്നു. വിവിധ PSC റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിച്ചു എന്ന ആരോപണം ശക്തമായി നിലനിൽക്കവെയാണ് മുൻ ഭരണകാലത്ത് നടന്ന ക്രമക്കേടുകളുടെ കൂടുതൽ തെളിവുകൾ ഞെട്ടലായി മാറുന്നത്. പരീക്ഷ എഴുതിയ ഇടതുപക്ഷ നേതാവിന് 1ാം സ്ഥാനം കിട്ടാൻ അയാൾ തെറ്റിച്ചെഴുതിയതും വിട്ടുകളഞ്ഞതുമായ ചോദ്യങ്ങൾ തന്നെ ഒഴിവാക്കിക്കൊണ്ട് അധികൃതർ പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ കേരളത്തെ ഞെട്ടിക്കുന്നത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം ഒരു ഭീകര ആസൂത്രിത ഗൂഢാലോചന കണ്ടെത്തി. പരീക്ഷയിൽ 58 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ദുരൂഹമായി ഒഴിവാക്കിയ സംഭവം. ഉദ്യോഗാർത്ഥികൾ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം ചെന്നെത്തിയത് ഭരണകൂടത്തെയും PSCയും പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി കണ്ടെത്തലുകളിൽ. CPM ബന്ധമുള്ള ഇടത് സംഘടനാ നേതാവിന് 1ാം റാങ്ക് നൽകാനുള്ള തട്ടിപ്പ്. 1ാം റാങ്ക് ലഭിച്ചയാൾ എഴുതിയ ഉത്തരങ്ങളിൽ 6 എണ്ണം തെറ്റാവുകയും 4 എണ്ണം എഴുതാതിരിക്കുകയും ചെയ്തിരുന്നു. ഇയാൾക്ക് മാർക്ക് കുറയും എന്നുറപ്പായതോടെ ഈ 10 ചോദ്യങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയായിരുന്നു മൂല്യനിർണ്ണയം നടത്തിയത്. തുടർന്ന് ഇയാൾക്ക് PSCയിൽ 1ാം റാങ്ക് ലഭിക്കുന്നു, ആസൂത്രണ ബോർഡിൽ ജോലിയും. ഇമാതിരി തട്ടിപ്പുകളാണ് PSCയിൽ കേരളത്തിൽ നടന്നത്. അതിനെതിരെ പ്രതികരിക്കാതെ ഡൽഹിയിലെ പാറ്റ പാർട്ടിയുടെ പരിപാടിയിലേക്ക് ഇരച്ചു കയറി ചെന്ന് 8 മമ്മൂഞ്ഞാകാൻ ശ്രമിച്ച ബ്രിട്ടാസിന് ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാൻ? എന്തായാലും RSSന്റെ ഹിറ്റ് ലിസ്റ്റിൽ കയറിയ സംഭവം അത് സോഷ്യൽ മീഡിയ അറിഞ്ഞു ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.